ഒപ്റ്റിമയ്ക്ക് നല്ല അടിപൊളി കുക്ക് വെയർസും കൂടി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി ബിരിയാണി പോട്ടായാലും അതുപോലെ തവ ഫ്രൈ പാൻസ്, ചൂടാരപ്പെട്ടി, അങ്ങനെ ഒരുപാട് നല്ല കളക്ഷൻ കൂടി ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഇന്ന് ഇവിടെ ഒരു അടിപൊളി അഫ്ഗാനി പുലാവ് ആണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിലേക്ക് പോകാം. 1 കിലോ ബസ്മതി റൈസ് ആണ്. ഇത് നന്നായിട്ട് കഴുകി കുതിർത്തിയിട്ടുണ്ട്. അതുപോലെ 1 കിലോ വെയിറ്റ് വരുന്ന ചിക്കനാണ്. ഇത് ഞാൻ 2 പീസ് എന്നുള്ള രീതിയിൽ കട്ട് ചെയ്തെടുത്ത് അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെറുത് വലുതൊക്കെ ആക്കി എടുക്കാം. പിന്നെ വേണ്ടത് 4 സവാള, പെപ്പർ പൗഡർ, ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ക്യൂമിൻ സീഡ് വേണം, ഓൾ സ്പൈസസ്, പിന്നെ ആവശ്യത്തിന് നെയ്യ്. പിന്നെ ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ടാണ് നട്ട്സ്, ക്യാരറ്റ്, പിന്നെ ഉണക്കമുന്തിരി. ബിരിയാണി പോട്ട് അങ്ങനെ നമ്മുടെ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ നെയ്യ് ഒരു 2 വലിയ സ്പൂണിലാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഓൾ സ്പൈസസ് ഒക്കെ, ഏലക്ക, പട്ട, കുറച്ച് കുരുമുളക്, തക്കോലം, ഗ്രാമ്പൂ ഒക്കെ 2 മിനിറ്റ് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ നല്ല ജീരകം 1 സ്പൂൺ മതി ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് അരിഞ്ഞു വെച്ചേക്കണ സവാള ഇതൊന്ന് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാനോ വരെയും ഈ സവാള ഒന്ന് വഴറ്റിയെടുക്കുക. സാധാരണ ബിരിയാണിക്കൊക്കെ സവാള വഴറ്റിയെടുത്താൽ മതി. പക്ഷേ നമ്മുടെ അഫ്ഗാനി പുലാവിന് നന്നായിട്ട് ക്രിസ്പി ആകുന്നവരെ സവാള മൊരിച്ചെടുക്കുക. നെയ്യ് പോരെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കുക. ഇതൊന്ന് നന്നായിട്ട് ക്രിസ്പിയായി വരുമ്പോൾ ഇതിലേക്ക് പെപ്പർ പൗഡർ ആഡ് ചെയ്യുക. അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ ഇട്ട് കൊടുക്കാം. സവാള ജസ്റ്റ് ആയി വരുന്നുള്ളൂ, കുറച്ചും കൂടി സമയം വെയിറ്റ് ചെയ്യാം. ഈ ഒരു ക്രിസ്പി ടൈപ്പ് ആയാലാണ് ഇതിൻ്റെ ഒരു പരുവം വരുന്നത്. അപ്പോൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഏകദേശം ഒരു 1.5 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. 1 ടേബിൾ സ്പൂൺ. ഈ ഒരു രീതിയായി കഴിയുമ്പോഴാണ് ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ട. അപ്പോൾ ഇതിൽ വേറെ കറി പൗഡേഴ്സ് ഒന്നും ആഡ് ചെയ്യണ്ട. ഈ ഒരു രീതിയിലേക്ക് ആയി കഴിയുമ്പോൾ നമുക്ക് ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഈ ഒരു സ്റ്റോക്കിൽ തന്നെയാണ് നമ്മൾ റൈസ് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം. പിന്നെ ഒന്ന് മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ കുക്ക് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞ ശേഷം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ബൗളിൻ്റെ ഇത്രയും അരി എടുക്കുമ്പോൾ ഇതിൻ്റെ 2 ഇരട്ടി വെള്ളം കുക്ക് ചെയ്യാനെടുക്കാം. അപ്പോൾ അതിൽ കുറച്ച് ചിക്കനും കൂടി വേവാവുന്ന രീതിയിലുള്ള മെഷർമെൻറ്റാണ് എടുക്കേണ്ടത്. അപ്പോൾ വെള്ളം ഒഴിച്ചെടുക്കാം. അപ്പോൾ ഇതിലൊരു 5 മിനിറ്റ് ചിക്കൻ കുക്ക് ചെയ്ത ശേഷം ഈ ചിക്കൻ എടുത്ത് മാറ്റണം. അങ്ങനെ നമ്മുടെ ചിക്കൻ റെഡി ആയോ എന്ന് നോക്കാം. ചിക്കനൊക്കെ ഒരു ഹാഫ് കുക്കായിട്ടുണ്ട്. അതിൻ്റെ ഫ്ലേവറൊക്കെ നല്ല വെള്ളത്തിലേക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമ്മൾ ചിക്കനെ വേറൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തെടുക്കും. എന്നിട്ട് അതിനെ ഒന്ന് ഗ്രില്ല് ചെയ്യുകയോ അല്ലെങ്കിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് ചിക്കൻ മേലെ വെച്ച് ദം ചെയ്യണതാണ്. ഈ ചിക്കൻ നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ ഒരു വെള്ളത്തിലേക്ക് റൈസ് കുക്ക് ചെയ്തെടുക്കാം. റൈസ് ഇവിടെ കുതിർന്ന് ഇരിക്കാനുണ്ട്. ഇതിട്ട് കൊടുക്കാം. റൈസ് ഇട്ടിട്ടുണ്ട്. റൈസ് കുക്കാവുന്ന സമയം കൊണ്ട് നമുക്ക് ചിക്കന് ഒന്ന് ഗ്രില്ല് ചെയ്യേ ഫ്രൈ ചെയ്യുകയോ ചെയ്തെടുക്കാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വേണമെങ്കിൽ കാശ്മീരി ചില്ലി പൗഡറോ ഗരം മസാലയോ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ OTG തന്നെ ഈ ചിക്കൻ ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കണേണ്. ഈ ഒരു ചിക്കൻ 20 മിനിറ്റാണ് ഞാൻ ഗ്രില്ല് ചെയ്തെടുക്കണത്. ഓൾറെഡി കുക്കായതുകൊണ്ട് ഒരു 20 മിനിറ്റ് കൊണ്ട് നമുക്ക് ചിക്കൻ ഗ്രില്ലായി കിട്ടും. റൈസൊക്കെ സെറ്റായിട്ടുണ്ട്, നല്ല സ്മെല്ലൊക്കെ ആയിട്ടുണ്ട്. ഏകദേശം റൈസൊക്കെ വെന്ത് അപ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഗ്രില്ലായിട്ടുണ്ട്.
അപ്പോൾ അതിലേക്കൊന്ന് നോക്കാം. ചിക്കനൊക്കെ നല്ല രീതിയിൽ ഗ്രില്ലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് വേണം ദം ചെയ്യാൻ നമ്മുടെ പുലാവ്. കുറച്ച് റൈസൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റും കൂടി ദം ചെയ്തെടുക്കാം. ഓൾറെഡി ഈ ചിക്കൻ്റെ വെള്ളം വെച്ചിട്ട് തന്നെയാണ് റൈസ് കുക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ നല്ല ഫ്ലേവറൊക്കെ വന്നിട്ടുണ്ട്. എങ്കിൽ പോലും നമുക്ക് ഈ ചിക്കൻ ഗ്രില്ല് ചെയ്തത് വെച്ചിട്ടും കൂടി ഒരു 10 മിനിറ്റ് വെക്കാം. അടുത്തത് നമുക്ക് ഈ ഒരു പുലാവ് ഒന്ന് നല്ല അടിപൊളിയായിട്ട് ഗാർണിഷ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഒരു 3 ടീസ്പൂൺ ഷുഗർ ഇട്ട് കൊടുക്കാം. ഒരു 2 ടീസ്പൂണോളം വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് കാരമൽ ചെയ്തെടുക്കാം കേട്ടോ. ഈ ഒരു ഷുഗർ സിറപ്പിലേക്ക് വേണം ഈ ഒരു ക്യാരറ്റ് ഇട്ട് കൊടുക്കാനും ഇതുപോലെ മുന്തിരി ഇട്ട് കൊടുക്കാനും. അതുപോലെ കുറച്ച് നട്ട്സ്. ഇതിൻ്റെ ഗാർണിഷിംഗ് ആണ് പുലാവിലെ അട്രാക്ഷൻ. അതിന് വേണ്ടിയിട്ടാണ് ഈ ക്യാരറ്റ്, നട്ട്സ്, അതുപോലെ നമുക്ക് ബദാമോ ഇഷ്ടമുള്ളതൊക്കെ ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ഒരു 2-3 മിനിറ്റ് മാത്രം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അത് കഴിഞ്ഞ് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒപ്റ്റിമയുടെ ഈ ഒരു പോട്ടിൻ്റെ ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ലിഡ് ആയാലും ഈ ഒരു ഹാൻഡിലായാലും ഒട്ടും തന്നെ ചൂടാകില്ല. നമുക്ക് അടുപ്പത്ത് തന്നെ വെച്ചാലും വേറെ ഒന്നും കൂടാതെ തന്നെ എടുക്കാനും സുഖമാണ്. പിന്നെ ഇതിൻ്റെ അടുത്തൊരു ഫീച്ചർ ലോങ് ലൈഫ് കോട്ടിംഗ് ആണ് ഇതിന് വരുന്നത്. അതുപോലെ തന്നെ ഓയിൽ ഫ്രീ ആയിട്ടുള്ള കുക്കിംഗ് എളുപ്പമാക്കും. അഫ്ഗാനി പുലാവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് സെർവ് ചെയ്യാം. അതുപോലെ ഇതിന് ഗ്യാസ് അധികം ചിലവ് വരില്ല കേട്ടോ. കൺസംഷൻ കുറവാണ് ഇതിന് യൂസ് ചെയ്യാൻ. ഇപ്പോൾ റൈസ് ഇതേപോലെ വെച്ച് കൊടുത്ത് ചിക്കനാണ് അടുത്തത് വെച്ച് കൊടുക്കേണ്ടത്. ഉപ്പിലേക്ക് കാരമൽ ചെയ്ത ക്യാരറ്റും ഇതൊക്കെ വെച്ച് കൊടുക്കാം. കുറച്ച് ഗാർണിഷിങ്ങിന് കുറച്ച് മാതളം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ ചെറിയ ഫങ്ഷനൊക്കെ വരുമ്പോൾ ഈ ഒപ്റ്റിമയുടെ ബിരിയാണി പോട്ട് ഉപയോഗിച്ച് നല്ല അടിപൊളി പുലാവൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. ഫീഡ്ബാക്കൊക്കെ പറയണം. ഓക്കെ, ബൈ.